na 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 എന്താടാ ഒരു കാര്യം പറയാൻ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചാ ഇത്രയും ലേറ്റ് ആയിട്ടാണോ വരുന്നത്? ലേറ്റാ? കൊള്ളാം, നീ വരാൻ പറഞ്ഞ് ഫോൺ ചെയ്തു. 10 മിനിറ്റ് പോലും ആയില്ല. ഞാൻ എന്താ ഇവിടെ എത്തി? ഇതാണോ ലേറ്റ്? അതുവിട്. അല്ല, എന്തിനാ ഇത്ര അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? എന്താ സംഭവം? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ശബരി, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, ഇനി UK മടങ്ങിപ്പോക്കൊന്നും ഇല്ലേ? പോകുന്നുണ്ട് ആന്റി. ഇവിടെ നേരത്തെ കമ്മിറ്റ് ചെയ്തൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് തീർത്താലേ പോകാൻ പറ്റൂ. അല്ല, വന്നിട്ട് നീ വല്ലതും കുടിച്ചോ? ഞാൻ ജ്യൂസ് പറയാം. അത് ഞങ്ങൾ വെളിയിലേക്ക് പോകാൻ ഇറങ്ങി നിൽക്കാളേമേ. ഞങ്ങൾ കുടിക്കലൊക്കെ പുറത്തുനിന്ന് ആയിക്കോളാം. നീ വന്നേ പറയട്ടെ. എന്ത് പറ്റിയാണത്? നിനക്കെന്താ ഇത്ര ടെൻഷൻ പോലെ? ഇതെന്താ ഇവനിത്ര വെപ്രാളം? ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. നമ്മൾ പുറത്തു പോകുന്ന എന്തിനാ? എന്നോടെന്തോ പറയാൻ വേണ്ടിയല്ലേ നീ ഫോൺ ചെയ്ത് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? പിന്നെ പറയാൻ എന്താ ഇത്ര മടി? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതെ, ഇത്രയും നാളും നമ്മൾക്കിടയിൽ നടന്ന തർക്കത്തിന് എനിക്കിന്ന് ഉത്തരം കിട്ടി. തർക്കോ ഉത്തരവോ എനിക്ക് മനസ്സിലായില്ല. നീ തെളിച്ചു പറ. ഓ, അത് ശരി. ശബരിയെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി എന്തോ രഹസ്യം പറയാനാ ഇവന്റെ ഉദ്ദേശം. കൊള്ളാം. എനിക്കൊരു പെൺകുട്ടിയോട് പ്രേമമായിരുന്നോ അല്ലയോന്നായിരുന്നല്ലോ നമ്മൾ തമ്മിലുണ്ടായിരുന്ന തർക്കം. ഇന്നതിന് ഉത്തരം കിട്ടിയെന്ന് പറയാനാ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഓ ഗ്രേറ്റ്. പറ പറ പറ, എന്താ അതിന് കിട്ടിയ ഉത്തരം? നീ പറഞ്ഞത് കറക്റ്റാ. എനിക്ക് അവളോടുള്ളത് പ്രണയോ. നേരിട്ട് കാണുന്ന സമയത്ത് ആ കണ്ണിലും, കാണാത്ത സമയത്ത് മനസ്സിലും അലിഞ്ഞു ചേരുന്ന ശുദ്ധസുന്ദരമായ പ്രണയം. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ അഖിലാണ്ടേശ്വരി ദമ്പതികളുടെ മൂത്ത മകൻ തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു, മനസ്സ് നിറയെ. ആനന്ദിന്റെ മനസ്സിൽ പ്രേമുണ്ടെങ്കിൽ ആരായിരിക്കും അവള്? ഓ, ടെൻഷൻ കാരണം ദേഹം വിറയ്ക്കുന്നല്ലോ. ഒന്ന് വേഗം പറഞ്ഞ് തുലക്കണ ചെക്ക. അതെ ശബരി, ഞാൻ പലപ്പോഴും അവളെ നിന്ന് അകലാനാ ശ്രമിച്ചത്. പക്ഷേ അവൾക്കൊരു ആപത്ത് വരുമ്പോ ഞാൻ പോലും അറിയാതെ ഞാൻ അവളെ തേടി ഇറങ്ങുക. അതെന്താണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നത്. പ്രണയം ചിലപ്പോഴൊക്കെ അങ്ങനെ മച്ചു. നമ്മളോടൊരു അനുവാദം പോലും ചോദിക്കാതെ മനസ്സിലേക്ക് ഇങ്ങ് കയറി വന്ന് സ്ഥാനം പിടിക്കും. പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല, പ്രേമം എന്ന മഹാശക്തിയെ. യെസ്, ഇതുവരെ എന്റെ മനസ്സാകെ കൺഫ്യൂഷനിലായിരുന്നു. അതിനൊരു പരിഹാരം കാണാൻ ഞാനിന്ന് ക്ഷേത്രത്തിലേക്ക് പോയി ദൈവത്തോട് ചോദിക്കാൻ.
അവളിപ്പോ ഇവിടെ എത്തുകയാണെങ്കിൽ എനിക്ക് കല്യാണിയോടുള്ളത് വെറും സൗഹൃദമല്ല, പ്രണയമാണെന്ന് ഞാൻ സമ്മതിക്കും. വല്യുഞ്ഞേ, എന്റെ ദൈവമേ, ആ അടുക്കളക്കാരി കല്യാണിയോട് ആനന്ദിന് പ്രേമമോ? അപ്പൊ ഞാൻ സംശയിച്ചതൊക്കെ ശരിയായിരുന്നല്ലേ? കല്യാണിയുടെ കാര്യത്തിൽ നീ ഇത്ര പെട്ടെന്നൊരു തീരുമാനത്തിലെത്തുമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. ഐ ആം സോ ഹാപ്പി നൗ. ആ, പിന്നൊരു കാര്യം, നിന്റെ മനസ്സിലിരുന്ന പ്രണയം നീ തിരിച്ചറിയാൻ വൈകിയതുപോലെ കല്യാണിയോട് നിന്റെ ഇഷ്ടം പറയാൻ വൈകിക്കരുത്. നീ ഉടനെ തന്നെ അത് പറയണം. പറഞ്ഞേ പറ്റൂ, ആസ് സൂൺ ആസ് പോസിബിൾ. അവിടെയാണ് ചെറിയൊരു പ്രശ്നം. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മുതൽ അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന കല്യാണിയോട് നിന്റെ പ്രേമം എനിക്ക് വേണോന്ന് ഞാൻ എങ്ങനെ പറയും? പറയണം, നിനക്ക് പറ്റും. ഇന്ന് തന്നെ നീ നിന്റെ ഇഷ്ടം അവളോട് പറയണം. പറഞ്ഞാലേ പറ്റൂ. ശരി, പറയാം. പക്ഷെ ശബരി, കല്യാണിക്കൊരു പക്ഷേ എന്നോട് അങ്ങനെയൊന്നും ഇല്ലെങ്കിലോ? ഉണ്ടാവും. എന്റെ റീഡിംഗ് പോസിറ്റീവാ. ജസ്റ്റ് ട്രൈ. നമുക്ക് നോക്കാലോ റിസൾട്ട് എന്താവുമെന്ന്. അവളിത് കേൾക്കേണ്ട താമസം. ഇവിടെ കിടന്ന് തുള്ളിച്ചാടും. ആനന്ദ് കല്യാണിയോട് പ്രേമമാണെന്ന് പറയുന്നതിന് മുന്നേ ഈ വിവരം അഖിലാണ്ടേശ്വരിയുടെ കാതിൽ എത്തിക്കണമല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഞാനിതിപ്പോ അവിടെ ചെന്ന് പറഞ്ഞ ഞാൻ ഉണ്ടാക്കി പറയുന്നതാന്ന് പറഞ്ഞ് എന്റെ കരണത്ത് കൈപ്പതിയും. വേണ്ടത്ര തെളിവോടുകൂടി വേണം അഖിലയുടെ അടുത്തേക്ക് പോവാൻ. ആദ്യം ഇവൻ അവളോട് ലവ് പറയുന്നത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യണം, എന്നിട്ടത് അഖിലയെ കാണിക്കണം. യെസ്, അത് മതി. അതാണ് ഐഡിയ. എവിടെ ഫോൺ? ആ, അപ്പൊ ഞാൻ ഇറങ്ങുക. അമ്മയുമായിട്ട് മാർക്കറ്റിൽ നിന്നപ്പോഴാ നിന്റെ വിളി വന്നത്. ഞാൻ പോട്ടെ. അമ്മയോടെ കാത്തുനിന്ന് വേരിറങ്ങിക്കാണും. ഇന്ന് തന്നെ നീ നിന്റെ പ്രേമം കല്യാണിയെ അറിയിക്കണം. കൂടെ എന്റെ ബെസ്റ്റ് വിഷസും. ഓൾ ദ വെരി വെരി ബെസ്റ്റ്. Dum da dum da dum da dum da
അവൻ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? ഒരു കാമകം വന്നേക്കുന്നു. പറയടാ, നീ അവളെ പ്രേമിക്കുന്നെന്ന് പറ. ഞാൻ ഈ സീൻ ഷൂട്ട് ചെയ്ത് അഖിലേച്ചിയെ കാണിച്ചോളാം. പുന്നാരമോൻ എന്തിനാ MD സ്ഥാനത്ത് നിന്ന് ലീവ് എടുത്ത് നിൽക്കുന്നേന്ന് അമ്മയും കൂടി അറിയട്ടെ. കല്യാണി, വലിയുഞ്ഞേ, അത് കല്യാണി, പറഞ്ഞോ. എനിക്ക് ഒരു കാര്യം. പറഞ്ഞോ വലിയുഞ്ഞേ, പറ. ഐ ലവ് യു എന്ന് പറ. ഇവക്ക് വിളിക്കാൻ കണ്ടൊരു സമയം. നാശം. അത് വേറൊന്നുമില്ല കല്യാണിയും. എനിക്ക് എന്താ വലിയുഞ്ഞേ? ഇവരുടെ ഒരു കാര്യം. ഹലോ ഹലോ ആന്റി. ആന്റി എന്താ ഫോൺ കട്ട് ചെയ്ത് കളയുന്നത്? വീണ്ടും വീണ്ടും വിളിച്ചിട്ടും കട്ട് ചെയ്യുവാണല്ലോ. എന്താ വലിയ ബിസിയാണോ അവിടെ? അതെ. ഓക്കെ കല്യാണി, ഞാൻ പറയാം. അത് പിന്നെ ചേച്ചി, ഗുഡ് മോർണിംഗ് വലിയുഞ്ഞേ. ഗുഡ് മോർണിംഗ്. ആ ചേച്ചി, നാളെ എനിക്ക് നിക്ക് ഒരു മിനിറ്റ്. പറഞ്ഞോ വലിയുഞ്ഞേ. വലിയുഞ്ഞ് എന്താ പറയാൻ വന്നത്? അത് കല്യാണി, എനിക്കൊരു കോഫി വേണം. കൊള്ളാം. ഇത് പറയാനാണോ വലിയുഞ്ഞ് ഇത്രയും മടിച്ചത്? കോഫിയല്ലേ, ഞാനിപ്പോ കൊണ്ടുവരാം. വാ നീങ്ങോട്ടാ. പ്രിയങ്കേ, ഒരാൾ ഫോൺ കട്ട് ചെയ്യുമ്പോ ഇനിയെങ്കിലും ഊഹിച്ചൂടെ എന്തെങ്കിലും കാര്യം കാണുമെന്ന്? അപ്പൊ പിന്നെയും വിളിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര ബോറാ. ഐ എം സോറി ആന്റി. അല്ല, എന്ത് പറ്റി അവിടെ ബിസി ആവാൻ? എന്തെങ്കിലും കാര്യമില്ലാതെ ആന്റി എന്റെ ഫോൺ കട്ട് ചെയ്യില്ലല്ലോ. എന്താ കാര്യം? ഒന്നും പറയണ്ട. ഇവിടെ ഇപ്പൊ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞിരിക്കുക. ഇത്രയും നാൾ ആ കല്യാണി ആനന്ദിനെ പ്രേമിക്കാൻ നടക്കുകയായിരുന്നില്ലേ? ഇപ്പൊ ദേ സംഗതി ഓപ്പോസിറ്റായി. ആനന്ദ് നടക്കുക കല്യാണിയെ തേടി പ്രേമം പറയാൻ. ആനന്ദ് കല്യാണിയോട് പ്രേമം പറയാൻ നടക്കുവാണെന്നോ? ആന്റി എന്തൊക്കെയാ പറയുന്നേ? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ സ്റ്റേറ്റസ് അറിയാവുന്ന കോടികളുടെ ടേൺ ഓവർ ഉള്ള 16 കമ്പനികളുടെ MD തൃച്ചംബരത്തെ അടുക്കളക്കാരിയോട് പ്രേമം പറയാൻ നടക്കുവാണെന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ആന്റി. എന്താ അവിടെ നടക്കുന്നേ? ആന്റി ഒന്ന് വിശദമായിട്ട് പറ. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ അഖിലാണ്ടേശ്വരി ദമ്പതികളുടെ മൂത്ത മകൻ തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. മനസ്സ് നിറയെ. നിന്റെ മനസ്സിലിരുന്ന പ്രണയം നീ തിരിച്ചറിയാൻ വൈകിയതുപോലെ കല്യാണിയോട് നിന്റെ ഇഷ്ടം പറയാൻ വൈകിക്കരുത്. നീ ഉടനെ തന്നെ അത് പറയണം. പറഞ്ഞേ പറ്റൂ, ആസ് സൂൺ ആസ് പോസിബിൾ.
എന്ത് കല്യാണിയോട് ഇഷ്ടമാണെന്ന് പറയുന്നത് മൊബൈലിൽ പിടിച്ച് അഖിലാണ്ടേശ്വരിയെ കാണിച്ച് അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കാനാ ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. നീ ഇപ്പൊ ഫോൺ വെക്ക്. അവിടിപ്പോ അവരുടെ റൊമാൻസ് എന്തായെന്ന് അറിയാൻ വയ്യ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. വെച്ചേക്ക്. ബൈ. ആന്റി ആന്റി വയ്ക്കല്ലേ. പ്രിയങ്ക, സംഗതി നിന്റെ കൈവിട്ട് പോവാണല്ലോ. സൂക്ഷിക്ക. ഈ കളി തോറ്റാൽ പിന്നെ നീയില്ല. വലിയ കോഫി. എല്ലാം കഴിഞ്ഞോ? ദൈവമേ, രണ്ടെണ്ണത്തിന്റെ മുഖത്ത് നല്ല സന്തോഷമാണല്ലോ. എല്ലാം തൊലഞ്ഞു. അവൻ പ്രേമം തുറന്നു പറഞ്ഞും കാണും, അവള് സമ്മതിച്ചും കാണും. ഇപ്പൊ ഇവിടെ എന്താ നടന്നേന്ന് അറിയാൻ വയ്യല്ലോ. ഓ, ആ നശിച്ചവളുടെ ഒരു ഫോൺ കാരണം ഇതല്ല സംഭവിച്ചത്. ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് ഇപ്പൊ എങ്ങനെ അറിയാൻ പറ്റും? ആകെ ഭ്രാന്തെടുക്ക. ഇപ്പൊ അതേ ഉള്ളൂ ഒരു വഴി. കല്യാണി, നീ വന്നേ. ദേ, കണ്ടോ സേവിരേട്ടനാ? കളിപ്പിക്കാൻ വേണ്ടി വിളിച്ചതല്ലേ? വെറുതെ വിളിച്ചതാ, ഞാൻ വിളിച്ചില്ല. ആരുടെ തന്തയടി ചത്തത്? ഇത്രയ്ക്കങ്ങ് സന്തോഷിക്കാൻ കീണിക്കുന്ന രണ്ടും കൂടി. ഇതെന്താ ഉത്സവ പറമ്പാന്ന് കരുതിയോ? ആ, നീ ഇങ്ങോട്ട് വാ. എന്റെ കാലിനൊരു വേദന, ഒന്ന് തിരുമ്മി വിട്. എന്താ, വരൂലേ? ആ,